നുണപ്രചരണം നടത്തുകയാണ് അല്ലെങ്കിൽ നുണ പറയുകയാണ് EN സുരേഷ് ബാബു എന്ന് പറയുമ്പോൾ സുരേഷ് ബാബുവിന് തിരിച്ചും നിങ്ങളെ വിമർശിക്കാനുണ്ട്. കാരണം സുരേഷ് ബാബു മദ്യപാനിയാണ്, അദ്ദേഹം സ്പിരിറ്റ് കച്ചവടക്കാരനാണ് എന്നൊക്കെയുള്ളത് പച്ച നുണയാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം അദ്ദേഹം പറയുകയാണ്, നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ വന്നിട്ടില്ലേ, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ഈ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള ആളല്ലേ, അപ്പോൾ ഞാൻ കള്ളുകൂടിയനാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുകയില്ലേ എന്ന് അദ്ദേഹം ഞാൻ ഉപയോഗിച്ച വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഒരു CPIM പോലൊരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കള്ളുകൂടിയനാണ്, മദ്യപാനിയാണെന്നൊക്കെ പറയുന്നത് അതൊരു നുണയാണ് എന്നല്ലേ പാലക്കാട്ടെ പൊതുസമൂഹം എടുക്കുക? ശ്രീ സതീഷ്, അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ ഈ PK ശശി? അല്ല, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു 2-3 മാസത്തിന് മുമ്പല്ലേ ഇദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ഹരിദാസൻ എന്ന് പറയുന്ന വ്യക്തിയെ സ്പിരിറ്റ് കേസിൽ പിടിച്ചത്? സ്പിരിറ്റ് കേസിൽ അയാളെ കൈയോടെ അറസ്റ്റ് ചെയ്ത് അയാളെ 3 മാസത്തോളം തടവിലാക്കിയതല്ലേ? അദ്ദേഹം ആയിരുന്നല്ലോ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത്. ഈ സ്പിരിറ്റ് കേസിൽ അദ്ദേഹം അകത്താവുന്നതിന്റെ 3 ദിവസം മുമ്പ് വരെ ജില്ലാ സെക്രട്ടറിയുടെ വാഹനത്തിന്റെ ഡ്രൈവർ ആരായിരുന്നു? നിങ്ങൾ അത് പരിശോധിക്കും. അവിടുത്തെ പെരുമാട്ടി 2-ന്റെ ലോക്കൽ സെക്രട്ടറി ഹരിദാസനായിരുന്നു ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ വാഹനത്തിന്റെ ഡ്രൈവർ. പാർട്ടിയുടെ DC വാഹനം ഉൾപ്പെടെ ഈ സ്പിരിറ്റ് മറ്റ് കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കിപ്പോൾ സംശയമുണ്ട്. കാരണം ഈ ഹരിദാസൻ എന്ന് പറയുന്ന ലോക്കൽ സെക്രട്ടറി അറസ്റ്റിനാവുന്നതിന്റെ 1 ദിവസം മുമ്പ് ജില്ലാ സെക്രട്ടറിയുടെ ഡ്രൈവറായിട്ട് അയാൾ ഓടിയിട്ടുണ്ട്. അയാളായിരുന്നു ഇയാളെയും കൊണ്ട് പോകുന്നത്. ഇയാളുടെ സന്തത സഹചാരിയാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ 500 മീറ്റർ അപ്പുറത്താണ് ഈ ഹരിദാസന്റെ വീട്. ഹരിദാസന്റെ എല്ലാ ഇടപാടുകളിലും ജില്ലാ സെക്രട്ടറിക്ക് പങ്കുണ്ട് എന്ന് സ്വാഭാവികമായി ഞങ്ങൾ സംശയിക്കുകയാണ്. സ്പിരിറ്റ് കടത്ത് അല്ലെങ്കിൽ സ്പിരിറ്റ് മാഫിയ ഇതെല്ലാം ഇദ്ദേഹം നേരിട്ട് ചെയ്യുന്നു എന്നല്ല, ഇദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെ ഒരു സ്ഥിതി എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കും. ഈ ഹരിദാസൻ എന്തിനാണ് അറസ്റ്റിലായത്? ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള ലോക്കൽ സെക്രട്ടറി അല്ലേ? ഇദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന പ്രദേശത്തുള്ള ലോക്കൽ സെക്രട്ടറി അല്ലേ? ഇദ്ദേഹം ഇയാളുടെ ഡ്രൈവറായിട്ട് ഈ സ്പിരിറ്റ് കേസിൽ അകപ്പെടുന്നതിന്റെ 1 ദിവസം മുമ്പ് പോയിട്ടുണ്ടല്ലോ. അതിന് തെളിവുകളുണ്ടല്ലോ. ഈ മദ്യപാനം ഇദ്ദേഹത്തെ ആ കാര്യം മനസ്സിലായി. മദ്യപാനം അല്ല, മദ്യപിച്ചുകൊണ്ടാണ് പാർട്ടി തീരുമാനങ്ങൾ പോലും എടുക്കുന്നതെന്നൊക്കെ പറയുന്നതായിട്ട് കേട്ടു. അതൊക്കെ ജില്ലാ സെക്രട്ടറി ഉദ്ദേശിച്ചുള്ളതാണോ? അതിലൊക്കെ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, അത് ഇപ്പോ മദ്യപിക്കാത്ത ഒരാളാണ് എന്ന് അയാൾക്ക് പറയാൻ കഴിയില്ല. ഇതെല്ലാം ഞങ്ങൾക്കറിയാം, കാര്യങ്ങൾ അറിയാം. ഞങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വീടിനടുത്ത് താമസിക്കുന്ന ആളുകളാണ്. EN സുരേഷ് ബാബു മദ്യപാനിയാണ്, അങ്ങനെയാണ് താങ്കൾ പറയുന്നത്. ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അത് കൈകാര്യം ചെയ്യണമെന്നെല്ലാം ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും അതെല്ലാം ഞങ്ങൾക്കറിയാം. പക്ഷെ അതെല്ലാം ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല.